ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളൊന്നും ആരും അനുകരിക്കാതിരിക്കുക, കുട്ടികൾ പ്രത്യേകിച്ച് അനുകരിക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇവിടെ തുടങ്ങിയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ലെമണിൻ്റെ പേര് കലയെന്നാണ്. കല ആക്ച്വലി ഒരു തമിഴ് ബോയാണ്. അപ്പോൾ ഒരു തമിഴ് ബോയുടെയും ഒരു മലയാളി പെൺകുട്ടിയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ തിക്നെസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ട ഒരു ലുക്ക് ഇല്ലെങ്കിൽ ഇവൻ ആക്ച്വലി ഒരു ഡോക്ടറാണ്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരായിരിക്കുമെന്ന്. ഇവനെ കണ്ടപ്പോൾ എനിക്ക് ആ തോന്നലൊക്കെ മാറിക്കിട്ടി. അപ്പോൾ എന്തായാലും ഇന്ന് ഇവൻ എൻ്റെ വീട്ടിലുണ്ട്. ഇവൻ ആക്ച്വലി ഒരു കല്യാണത്തിന് വന്നാണ്, കന്യാകുമാരിലെ ഒരു കല്യാണത്തിന് വേണ്ടി, ഒരു കസിൻ്റെ കല്യാണത്തിന് ലീവ് എടുത്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫ്രീ ആയ സമയത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നാണ്. ഇവ വന്ന കഥയൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് നോക്കും പതുക്കെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ഞങ്ങളുടെ അടിയും വഴക്കൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വീഡിയോ തുടങ്ങാം. ബുക്ക് പഠിച്ചിട്ടിരിക്കല്ലോ മൺ அப்படியா? எவ்வளோ காசு சம்பாதிச்சாலும் மணி இந்த புக் படிச்சு? Study hard, get a job, work hard, get promoted, and രാവിലെ 11 മണിയാവാതെ തന്നെ ആരും വിളിക്കരുത് എന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയ ആളാണ്. പക്ഷേ ഞാൻ അങ്ങനെ വെറുതെ വിടും. ഞാൻ 7:30 തന്നെ അവനെ വിളിച്ചുണർത്തിയതല്ല പ്രശ്നം. ഇവൻ കുറേ ബ്രേക്കപ്പ് സോങ് ഇട്ടിട്ട് എന്നെ വെറുപ്പിച്ചു. പിന്നെ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐ മാസ്ക് കിട്ടിയത്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് എല്ലാം പോകുന്നു. ഇവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ സാധനമൊക്കെ ഞാൻ കണ്ണിലിട്ട് കൊടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഡോക്ടേഴ്സും ബുദ്ധിമാന്മാരാണെന്നുള്ളത് നമ്മുടെ വെറും തെറ്റിദ്ധാരണയാണ് ഗൈസ്. ഇതാണ് ഇവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. നിങ്ങൾ ആരെങ്കിലും അറിയാതെ എങ്ങനെ ചെന്നൈ പോകുമ്പോൾ ഈ ഹോസ്പിറ്റൽ എങ്ങനെ പോകുകയാണെങ്കിൽ പോവുകയേ ചെയ്യരുത്. ഇവനൊക്കെയാണ് അവിടെ നിങ്ങളെ പരിശോധിക്കാൻ നിൽക്കുന്നത്. ഓടി രക്ഷപ്പെട്ടോളൂ. Hi to the 8 viewers. அது வந்து 4 சப்ஸ்கிரைபர்ஸ் இருக்கு. அது வந்து ஒன்று வந்து ஏஞ்சல் ஒன்று நான் கேன்சல் இப்போ கரெக்ட் வந்து வாப்பா ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ പറഞ്ഞ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ് എൻ്റെ പുതിയ വ്ളോഗ്. അപ്പോൾ കല ഇന്നൊരു ദിവസത്തേക്ക് വീട്ടിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ വ്ളോഗാണിത്, മിനി വ്ളോഗ്. ഇന്നലെയാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ രാവിലെ എന്താ ചെയ്യാൻ പോകുന്നത്? മൂന്നേരും പറ, എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പം എന്താ ഇപ്പൊ കഴിക്കാൻ? ഇവന് സ്പെഷ്യൽ എന്തുവാ ഗൈസ്? ഇവന് മലയാളം അറിയാന്ന് ചുമ്മാ പറയുന്നുള്ളത്, മലയാളം ഒന്നും അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബൈ ബൈ. ബൈസ് അല്ലേ എല്ലാവരും? ബൈസ് അല്ലേ? പേപ്പർ പഠിക്കുകയാ? എന്താ ലെറ്റർ? എന്നാണ് പടി? മായ. ഇത് മായ. ഇതാ Same thing. ഇത് പടി നല്ല പടി. ഇതാവുന്ന ഉണക്ക് പഠിക്ക തരുമല്ലേ? ഇതെന്നെ ലെറ്റർ? ഇത് 2 ആ. നല്ല വാ അല്ലടാ, ആയാ അതൊന്ന് മാ. ഇങ്ങനെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അയലത്തുള്ള ഒരു അപ്പച്ചൻ അവിടെ വീണു. പക്ഷെ അപ്പച്ചൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് അപ്പം തന്നെ വീട്ടിൽ പോയി. കലയെ വീട്ടിൽ ചെന്ന് അപ്പച്ചൻ്റെ മുറിവ് പരിശോധിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെല്ലാം ഉണ്ടാവും. നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇത് ഫ്രൂട്ട് ഇല്ല, ചുമ്മാ മറോ. ഇല്ല, ഇത് പഴമല്ല. എന്താ இது என்னன்னு எனக்கும் தெரியாது. ஷேமா அப்படி நான் வந்து இல்ல, உனக்கு தான் நிறைய பேஷன்ஸ் இருக்குன்னு சொல்றேன். எப்படி வந்த நீங்க? வந்த கதை சொல்லு. I came by cabல வந்து train வந்து இவங்க தான் புக் பண்ணாங்க. பட் train delayed by 19 hours. 2 மணிக்கூர் train லேட் ஆயில. 2 மணிக்கூர் இல்ல, 19 மணிக்கூர். 5:30 க்கு train இருந்துச்சு. அது வேற train. അതായത് 2:45 ട്രെയിൻ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ട്രെയിൻ ലേറ്റ് ആയി, 19 മണിക്കൂർ ലേറ്റ്. അത് കഴിഞ്ഞിട്ട് 5:30 ട്രെയിൻ ഉണ്ടായിരുന്നു. 5:25 ട്രെയിൻ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് വന്നില്ല? സേവ് ടൈം. വൈ വേസ്റ്റ് ടൈം? 2 മണിക്കൂർ സേവ് ചെയ്യാൻ വേണ്ടി 6500 കൊടുത്ത ക്യാബിന് വന്ന അത്ര ക്ഷമയുള്ള ആളാണ്. എവിടെ നിന്നാണ് എല്ലാ മണി ഇങ്ങനത്തെ ക്ഷമയൊക്കെ പഠിക്കുന്നത്? Time is important. For me, time is much more important than money.
ரயில்வே ஸ்டேஷன்ல நிக்கிறதுக்கு ஹாட் டெம்பரேச்சர் ஏசி கேப் சிட்டிங் அங்க வந்து ரூம் இல்லையா? ஏசி ரூம் கிடைக்க மாட்டேயா ரயில்வே ஸ்டேஷன்ல ரூம் கிடையாது. ரயில்வே ஸ்டேஷன்ல ரூம் உண்டா? இங்க கேரளா இருக்கு அங்க கிடையாது. ஓ, உங்க ஊர்ல அதெல்லாம் ஆகலையா? வெயிட்டிங் ரூம் இருக்கு. பட் வெயிட்டிங் ரூம் வந்து கிரவுடடா இருக்கும். ஐ டோன்ட் வாண்ட் டு பீ உங்க தேர். அதெல்லாம் ஆகலையா? இல்ல ഓ, உங்க ഡെവലപ്പ് ആവല. ലൈക് ഞങ്ങളുടെ നാടൊക്കെ ഭയങ്കര ഡെവലപ്പ്. நீங்க பாத்தீங்கன்னா இந்த ஊர்ல நான் ஒரு ரோடு மட்டும் தான் இருக்கு. போஸ்ட் கூட கிடையாது. இது நிறைய வண்டி இருக்கு. வண்டி இருக்கு, ரோடு இருக்கு, கரண்ட் கிடையாது. தண்ணி வந்தா வெள்ளம் வந்தா அப்படியே அடிச்சிட்டு போக வேண்டியதுதான் மொத்தமா ஊரோட. நாங்க இப்ப போட்ல ஏற போறோம். ஆமா. இல்ல ഉയരോടെ இருந்தா സെക്കൻഡ് വ്ളോഗ് പോട്ട്. ഗയ്സ് ഇപ്പൊ ഞാൻ ഇവനെ 6 കാണിക്കാൻ കൊണ്ടുപോവാണ്. ഇവൻ ഇവിടെ വന്ന് പല പ്രാവശ്യം 6 കണ്ടിട്ടുള്ളതാണെങ്കിൽ പിന്നെ 6 കളാൻ പോവാണ്. വിശക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോണം. ഓക്കെ லெமன், நீ மலையாளம் தெரியும் தானே சொல்ற? அப்படிதானே சொல்ற? அப்புறம் ஏன் வந்து பேச மாட்டேன்? என் வியூவர்ஸ்க்காக, என்னோட லட்சக்கணக்கான வியூவர்ஸ்க்காக ஃபர்ஸ்ட் பிரையாரிட்டி ஐ நீட் டு அண்டர்ஸ்டாண்ட். நான் புரிஞ்சா போதும். இப்போ நான் தமிழ் பேசுறது உங்களுக்கு புரியுதா? புரியுது. பட் நான் வந்து தமிழ்ல பேசுறேன்டா. வா. மியூச்சுவல் அண்டர்ஸ்டாண்டிங். இவனோட டாக்கேட்டிவ் ஃப்ரெண்ட் ஒருத்தர் இருப்பானே. டிக்சனா? அந்த வெள்ளையா பெருசா. டிக்சன் ஆக்சுவலி அவ ஃப்ரெண்ட் கிடையாது. அப்புறம் என் ஃப்ரெண்ட் தான். அந்த பையனை அன்னைக்கு வந்தப்போ நிறைய கொஸ்டின்ஸ் நாங்கள் வந்து அது வந்து பூனைவால்னு சொல்லுவோம். ஸோ அதை எடுத்து தேய்ச்சா இச்சிங்காக இருக்கும் ஃபுல்லாக. അതിന് ഇവിടെ എന്താ പറയുന്നത് അറിയാവോ? ஸ்டாப் അങ്ങനെ இல்ல தெரியாது. அதுக்கு இங்க வந்து சொருதனம் சொல்லுவாங்க. என்னது? இதுதானே? அதெல்லாம் இல்ல. டா சொல்லுடா. சொரியണം. சொரியണം. சொரியணும்னா சொரிடி. அந்த பேர் சொல்லு. வேண்டாம். பிளான்ட் பேரு. ரெண்டு பேர் பூனைவால். பூனைவாலா? உனக்கு வெஜ் புச்சமா? വെജ് വേണ്ട. പാലപ്പം ആൻഡ് മുട്ടക്കറി. എനിക്ക് അതെ, ഇന്നലെ ഇരുന്ന വൈൻ ഫുള്ള് തീർത്തു. പുതുസാ വൈൻ വാങ്ങി വെച്ചതാ പോണോ. ഓക്കെ ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഫൈനലി റെഡിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് വെളിയിൽ പോകാമെന്ന് പറഞ്ഞ് ഞാനും ഇപ്പോൾ റെഡി ആയപ്പോൾ ഇതാ പാൻറ് ഷർട്ടൊക്കെ ഇൻവൈറ്റൊക്കെ ചെയ്ത് ഇവിടെ ഹോളിൽ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നീ എന്ത് കോൺഫറൻസുக்கு போற? எந்த ஃபங்க்ஷனுக்கு போற நீ? ஆமா, இது உன்னோட டேட் ட்ரெஸ்ஸா? அப்போ நீ கூட അങ്ങനെ തോന്നുന്നേ? ശരിക്കും ഡേറ്റ് പോകാൻ നല്ല ഡ്രസ്സ് ആക്കണേ. അപ്പൊ പോടാ, റെയിലേക്ക് കയറും. അപ്പോ ശരിക്കും ഡേറ്റിന് പോകുന്ന ആളുടെ ഡ്രസ്സും ഡേറ്റ് ഇല്ലാത്ത. நீங்க ரெண்டு பேரும் சேர்ந்த டேட்டிங் போறியா? அப்ப வந்து ஒரு கை வச்சு ஒரு லவ் போடு. 10:28 ആയപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പു പോസ്റ്റ് ആവാതിരിക്കാൻ നമ്മൾ ഒരാളെ കൂടി ഇന്നത്തെ ട്രിപ്പിന് ക്ഷണിച്ചിട്ടുണ്ട്. ആ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. உனக்கு ஒரு விஷயம் தெரியுமா? ஓகே, எனக்கு பிரேக்கப் ஆகி ரொம்ப நாள் ஆச்சு. ஓகே, அதுக்கெல்லாம் அப்புறம் இன்னைக்கு காலையில இருந்து நீ எப்ப எந்திரிச்ச? 7 6 அப்பவையில இருந்து இப்ப வரைக்கும் எல்லா பிரேக்கப்ஸ் ஆகும். நாட்டுல எல்லா பிரேக்கப்ஸ் ஆகும். கேட்டு 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 மடுத்தும். அது ஸ்பீக்கர் வச்சு கேட்பிக்காரு. அது ஆட்டோ பிளேலிஸ்ட் நீ மாத்தி விட வேண்டியது. நீ என்ன இவ்ளோ பிரேக்கப் சாங்ஸ் கேக்குற? ஆமா, எனக்கு பிரேக்கப் ஆச்சுல. உனக்கானதா தெரியும். அதுக்கு எவ்வளவு நாள் ஆச்சு? இருந்தது பேர் ஒரு ரிலேஷன்ஷிப், அதுக்கு ஒரு பிரேக்கப் நீ சாங் கேட்கணும். நான் எத்தனை வருஷம் கேட்கணும்? അപ്പോ രാവിലെ നീ കേട്ടോ, മറ്റേ ജെബിയിൽ വെച്ച് ബ്രേക്കപ്പ് സോങ് ആയിട്ട് ഫുള്ള് വീട്ടിൽ കേട്ടോണ്ടിരുന്നത്. അത് മറ്റേ തമിഴില് അവള് പോയിട്ടേ ഇവള് പോയിട്ടേ ജെസ്സി വന്നിട്ട് കലൈ സോങ് പോയിട്ട്. അപ്പൊ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഞാൻ വേറൊരു ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഇല്ലേ കലൈ? ഫസ്റ്റ് വേറെ ഡ്രസ്സ് തന്നെ പോയിട്ടിരുന്നേ. வேற ட்ரெஸ் இது மலையாள சொன்னா குட்டி பாப்பாங்க വാവയ്ക്ക് പോട്ട ഡ്രസ് അല്ല. ഇല്ല ഗൈസ്, ഞാൻ ആക്ച്വലി എന്റെ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഇട്ടിരുന്നത്. അത് ഇവന് പിടിച്ചില്ല. എന്നിട്ട് എന്റെ അടുത്ത് പറയാണ് ഇവന്റെ കൂടെ വെളിയിൽ പോണെങ്കിൽ എന്താ പറഞ്ഞ ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് പറഞ്ഞതാ. റെഡി ഫുൾ. ഇവനെല്ലാം മെയിൽ ഷോണിസ്റ്റ്, മെയിൽ ഷോണിസ്റ്റ്. പക്ഷെ അപ്പൊ അങ്ങനല്ല, അപ്പൊ മെയിൽ ഷോണിസ്റ്റ്. അങ്ങനെ കലൈ അരമണിക്കൂറായിട്ട് പാട്ടിടാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഒരു പാട്ട് വന്നിട്ടില്ല. അങ്ങനെ കലയിടുന്ന അടിച്ചുപൊളി പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ 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 അതെ. അയ്യോ, രാവിലെ 2.5 മണിക്കൂർ ബ്രേക്കപ്പ് സോങ് കേട്ട് മടുത്തു. ഇനി അത് തന്നെയായിരിക്കും ഇവരിടാന്ന് പറഞ്ഞ അടുത്ത പാട്ട് ഇതാണ്. എന്റെ പാട്ടാ ഇത്?
கேப்ப? சாங்ஸ் கேட்க மாட்டேன். டியூட்டி முடிச்சிட்டேன். எஸ்டர்டே நைட் நீ எந்த பாட்டு கேட்டு தூங்கிட்ட? നേരത്തെ കേട്ട പാട്ടാ എന്താ പാട്ട് കേൾപ്പിക്കാവേ. ഇവ രാത്രി ഉറങ്ങുന്ന ഒരു പാട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയ പാട്ടാണ്. ഇപ്പൊ കേൾപ്പിച്ചത് എന്താ സോങ്ങാ? ചുമ്മാ എടാ ഇവ എന്ത് പാട്ടാ കേൾക്കുന്നറിയോ? മറ്റേ ജാൻവി കപൂർ എന്തോ ചിട്ടവല്ലിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പാട്ടില്ലേ? അതല്ലടാ, ജാൻവി കപൂർ ഏതൊരു തെലുങ്ക് പടത്തില്. എടാ നീ കണ്ടില്ലേ? മറ്റേ അവള് മറ്റേ എന്തൊരു അപ്സരയുടെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ചിട്ടവല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അവളും കേൾപ്പിക്കാൻ കേട്ടോ. ഞാൻ ഇവര് കേൾപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ കലയുടെ ഫേവറേറ്റ് സോങ് നമ്മൾ ഇട്ടിരിക്കുകയാണ്. എടാ ഇന്ന് എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹായ് ആകാശം കാണാൻ നല്ല ഭംഗി. എടാ സ്കൈ നോക്കടാ. എടാ കലി സ്കൈ പാടടാ. இவ்வளவு ஃப்ரண்ட் சீட்ல இருந்து கிக் அவுட் பண்ணிட்டாங்க, பேக் சீட் காமிச்சு விட்டாங்க. இங்க பாரு, இப்போ நான் வந்து என்ன கேட்பேன் வந்து என்ன பத்தி வந்து என்னோட வியூவர்ஸ் கிட்ட வந்து கொஞ்சம் நல்லதா பேசுறது தீர்த்தோம். லைட் இல்லையா? ஓகே, இப்போ வந்து என்ன பத்தி கொஞ்சம் நல்லது பேச சொல்லுவேன். பார்க்கிங் லாட்ல இங்க தான் இறங்க போறோமா? இங்க எதுக்கு இறங்கணும்? அப்புறம் இவ்வளவு வந்து பிளான் பண்ணவா? ஆமா. ஓகே உனக்கு அறிவு இல்லையா லமன்? உனக்கு தெரியும் பிளான் என்ன? பிளான் எங்க போறோம்? எல்லாரும் இப்படி கேட்டா சீட்டு குலுக்கி போடுவோம். ஆளுக்கு ஒரு இடத்த போடுங்க, துண்டு சீட் எடுத்து. இல்ல காட்டு, ஒரு வாட்டி காட்டு. அது காட்டுடா, நீ டான்ஸ் ஆடி காட்டுறா. எனக்கு அங்க அப்படி காட்டணும் வேணாம், நீ காட்டு. ப்ரோ சவுண்ட் ஏத்து ப்ரோ. വീട്ടിന്ന് ഇറങ്ങി നല്ലാണ്ട് കേബിൾ വീട്ടിൽ ഇറങ്ങി നല്ലാണ്ട് എങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് ആർക്കും യാതൊരു ഐഡിയ ഇല്ല. காசு தனியா அடிக்குது. வேற வெர்ஷன் போடுறேன். ഇവിടെ ഒരുത്തനാണെങ്കില് അപ്പു കാർ ഓടിച്ചോണ്ടേ ഇരിക്കണം, അവൻ എങ്ങോട്ട് പോകണം അറിയില്ല. വേറെ കാറിൽ പാട്ട് വെച്ച് മരിക്കും. സ്റ്റെപ്പ് ரோட்ல சிக்னல் நிறுத்தும். இந்த இறங்கு, சிக்னல் தான் இறங்கி வா. நீ வா வாடா நான் அவங்கள கூட்டு போ. இறங்கி டான்ஸ் நம்ம சொல்லிட்டே இருக்கேன். vloggerனா அப்படிதான் பண்ணணும், ஏதாவது டிஃபரெண்டா பண்ணணும். vloggerனா வந்து ரோட்ல இறங்கி நடுவுல இறங்கி டான்ஸ் ஆடுவோம். ஐடுமா ഒരു ഗെയിം കളിക്കാൻ പോവാണ്. ലെമൺ തമിഴിൽ ഒരു വേർഡ് പറയും, മിന്നു അത് മലയാളത്തിൽ, മിന്നു അത് തമിഴിൽ തന്നെ പറയണം. ഇതാണ് ഗെയിം. ഗെയിം അല്ലടാ. ലെമൺ ഓക്കേ സ്റ്റാർട്ട്. ലെമൺ കമൺ. சிம்பிள் வேர்ட்ஸே சொல்றேன். சிம்பிள் ஓகே. சாப்பிட்டாச்சா? மின்னு ഇല്ലേ? അതെ, ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കാം. നല്ല ആൾക്കാരെ ഞാൻ ഗെയിം കളിക്കാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു വേർഡ് പറയണ തമിഴ് മലയാളത്തിൽ എന്തെങ്കിലും ഒരു വേർഡ് പറ. ഇവന് പറഞ്ഞു ഫലിപ്പിക്കാൻ. ഇത്ര കഷ്ടപ്പെട്ടത്. ഓക്കെ. கற்க கசடர கற்றவை கற்பவை கற்றபின் நிற்க அதற்கு தக. ஸ்லோகோ, இந்த பிராமண ஸ்லோகோ இல்ல, திருக்குறள். திருக்குறள் ഒന്നുകൂടെ പറഞ്ഞേ. இது நான் வேற சொல்றேன். இது ഒറ്റപ്പെട്ട അത് ഗെയിം കളിക്കുമ്പോ എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഗെയിം കളിക്കണം. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ പറയണം. ഓക്കെ പറഞ്ഞ വീഡിയോ ഷൂട്ട് பண்ணலடா. റിപ്പീറ്റ് അഗൈൻ. ഒന്നുകൂടെ പറ. துப்பார்க்கு துப்பாய, துப்பாக்கி, துப்பார்க்கு துப்பாய, தூவு மழை. അപ്പു ട്രൈ ചെയ്യാൻ പോകുന്ന അപ്പു ഓൺ ദ സ്റ്റേജ്. സിമ്പിൾ தான் ബ്രോ. துப்பார்க்கு துப்பாய, துப்பாக்கி, துப்பார்க்கு துப்பாய, துப்பாக்கி, துப்பார்க்கு துவாய, துவாய, അതുവായ, തുപ്പായ, അടുത്ത മിന്നോ കം ഓൺ മിന്നോ, യു കാൻ ഡു ഇറ്റ്. அவ்வளவுதானே. நீ இவ்வளவு பொம்பளை பொறுக்க இருக்க. ஹாய் சொல்றேன். நீ பெரிய கோழியா? நியூ டு கேரளா. அதனால ஐயோ, கோழின்னு கத்தாங்க பெரிய பிரச்சனை தெரியுமா? சன் கோழின்னு கத்தலான்னு வந்தேன். நீ கேரளால புதுசா வந்ததுனால வந்து பொம்பளை பொறுக்க இருக்கியா? இல்ல, ஆக்சுவலா வந்து கேரளா கேர்ள்ஸ் ஆர் யூனிக் அப்படின்னு கேள்விப்பட்டேன். சோ அதனால யூனிக்கா அங்கே நான் பார்த்தேன். நான் இது நிறைய கேட்டிருக்கேன். தமிழ் பாய்ஸ்க்கு வந்து கேரளா கேர்ள்ஸ் நல்லா பிடிக்கும். நீ ஏன் எங்களை வந்து தமிழ் பாய்ஸ்க்கு நல்லா பிடிக்கும்? சீக்ரெட் சொல்லலாம். இப்போ கேரளா கேர்ள்ஸ்க்கு தமிழ் பாய்ஸ் பிடிக்கும். ஏன் பிடிக்கும்?
ஏன் பிடிக்கும்னா வந்து நாங்க அந்த தமிழ் மூவிஸ் எல்லாம் பார்ப்பேன்ல, ஸோ வந்து அங்க கொஞ்சம் ரொமான்டிக்கா இருக்கும். கேரளா கேர்ள்ஸ் பிடிக்கிறதுக்கு மெயின் ரீசன் தி வே ஆஃப் தி ட்ரெஸ்ஸிங், ப்ளஸ் வந்து ஐலாஷஸ். ஓகேவா, இது அவங்க தமிழ் பேசும்போது கியூட்டா இருக்கும், அது ஒரு ரீசன். ஓ, நான் பேசுற மாதிரி கேரளா கேர்ள்ஸ் அப்ப நான் பேசுற தமிழ் அது ஸ்பெசிபிக் ரீசன்லாம் கிடையாது. மத்த பசங்களுக்கு கியூட்டா தெரியும், உனக்கு மேபி தெரியாது. கேரளா கேர்ள்ஸ் பாக்குறப்போ கேரளா கேர்ள்ஸ் நல்லா ட்ரெஸ் பண்ணுவோம், புதுசா பார்ப்போம் இல்லையா. ഇവൻ ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് ബീഫിൻ്റെ പപ്സ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും കഴിക്കണം, ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ബേക്കറിയിൽ വന്നതാണ്. പോകുന്ന വഴിക്ക് ഇവിടെ പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല, എന്തായാലും പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി. അങ്ങനെ ഇവൻ ഒരു ബീഫിൻ്റെ പപ്സ് വാങ്ങിച്ചു, ഞങ്ങൾക്ക് മൂന്നർക്കും കട്ട്ലേറ്റ് വാങ്ങിച്ചു. ഇനി ഇത് കഴിച്ചുകൊണ്ട് വേണം നമ്മൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഓരോ ജ്യൂസൊക്കെ പറഞ്ഞു. ഇവൻ പറഞ്ഞത് വാട്ടർമെലനാണ്, ഞാൻ പറഞ്ഞത് ഓറഞ്ചാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് പൈനാപ്പിളാണ്. മച്ചിയെ சொல்ற நிறைய வீடியோ இருக்கு, இதோட எடுத்துலாமா? cheers எல்லாத்தையும் கொலாப் பண்ணு. பூச்சி இருக்கு. ஐயோ, இந்த vlog never ending vlog. I hope this ends soon. சீக்கிரம் vlog முடி. இப்போ நாம எங்க வந்திருக்கோம் தெரியல. நம்ம வந்து கோனில வந்திருக்கீங்க. கோனி இல்ல கோனி தெரியல. கோனி not கோனி, it's கோனி. ஐ சாங்க எங்கே வந்திருக்கோம். பை. இல்ல இங்க பாரு, இங்க பாரு. கோ நீ இல்ல கோனி. ഗൈസ്, അങ്ങനെ നമ്മൾ മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്ത് ഫൈനലി നമ്മുടെ കോന്നി എക്കോ ടൂറിസത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ചേട്ടനെ വിട്ടിരുന്ന് പടമൊക്കെ വരയ്ക്കുന്നു. കല ഇത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ പോർട്രേറ്റ് അവന് വരയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാശും തരണ്ട, ഞാൻ തന്നെ നിനക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ പോർട്രേറ്റ്സ് ഒക്കെ കിട്ടുന്ന ആപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുമെങ്കിലും റിയൽ ടാലൻസിനെ നമ്മൾ അംഗീകരിക്കണം. നമുക്കത് തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ പറ്റിച്ച് ഞങ്ങൾ അകത്ത് പോയപ്പോൾ ഒരു കുട്ടിയാനെ കണ്ടു. ഇനി എക്കോ ടൂറിസത്തിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് ആനകളെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. അതേപോലെ തന്നെ ആനയുടെ മ്യൂസിയം ഉണ്ട്, അതേപോലെ തന്നെ 3D ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒരു കുഞ്ഞ് ആനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ആന ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഞങ്ങളുടെ ലക്കാണോ അതോ ഇനി ആന എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണെന്ന് അറിയില്ല. അതിങ്ങനെ ഫുള്ളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. ആക്ച്വലി ഈ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം അതിന് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസെങ്കിലും ഉണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ചങ്ങലയിലൊക്കെ എവിടെയെങ്കിലും കെട്ടിയിട്ടാൽ ഒരു കുറച്ച് സ്റ്റെപ്പിനപ്പുറത്തേക്ക് ഇതിന് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബേബി എലിഫൻറ്റിൻ്റെ പേര് കൊച്ചേപ്പൻ എന്നാണ്. അപ്പോൾ ഈ കൊച്ചേപ്പനെ എത്ര വയസ്സിലാണ് ഇവർക്ക് കിട്ടിയതെന്നും എവിടെ നിന്നാണ് കിട്ടിയതെന്നും എല്ലാ ഡീറ്റെയിൽസ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു കുളം കണ്ടു. അപ്പോൾ വെറുതെ പോയിട്ട് കുറച്ച് നേരം കുളത്തിലൊക്കെ ഇങ്ങനെ വായി നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്കാണ് കയറാൻ പോയത്. അപ്പോൾ അവിടെ ഷൂ ഊരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുങ്ങൾ രണ്ടും അതിൻ്റെ അകത്തേക്ക് കയറില്ല. ഞാനും കലയെന്തായാലും അതിൻ്റെ അകത്ത് പോയി. ഇവിടെ കുറേ ആനകളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒരു ആർട്ട് ഗാലറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ആനകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഷോ പീസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ടച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളതിൽ ടച്ച് ചെയ്തില്ല, ഞങ്ങളിങ്ങനെ ചുമ്മാ എല്ലാം കണ്ട് പോരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് സൗണ്ടുകൾ കേൾക്കാം. ഇവിടെ ഇങ്ങനെ ഓരോന്നിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അതിൽ കുയിലുണ്ട്, പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്കിങ്ങനെ സൗണ്ട് ലൈവായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സാധാരണ ഇങ്ങനത്തെ സ്ഥലമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് മെയിൻ റോഡിൽ തന്നെ ഉള്ളതാണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ റോഡിൻ്റെ തൊട്ടടുത്താണെന്നൊന്നും നമുക്ക് തോന്നത്തേ ഇല്ല, അത്രയ്ക്കും പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോന്നി പരിസരത്തുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത 3D കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് 3Dയും കൂടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ഓർക്കും കലയ്ക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. കലി എല്ലാവരും ഉണ്ടെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ 3D നമ്മൾ ഫൈനലി ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആനകളെ കാണാൻ വേണ്ടി വന്നു.
നമ്മൾ മുമ്പേ കണ്ടത് കുട്ടിയനാണെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം കുറച്ച് പ്രായമായ ആനകളാണ് കേട്ടോ. നമ്മൾ കണ്ടത് കൊച്ചേപ്പൻ്റെ കളിയും ചിരി ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഇത് കുറച്ച് പ്രായമായ ആനകളാണ്. ഇവിടെ കുറച്ചധികം പ്രായമായ ആനകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ആന എവിടെ നിന്നാണ് കിട്ടിയത്, എത്ര വയസ്സുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. വയസ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. എന്തോ അവരോട് ഒരു ഭയങ്കര പാവവും തോന്നി. പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഈ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാനും അങ്ങനെ ആനകളെ നമ്മൾ ഉപയോഗിക്കുമല്ലോ, അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ മ്യൂസിയത്തിലുള്ളത് ഒരു പരിധിവരെ നല്ലതല്ലേ. കാരണം ആൾക്കാർ വന്ന് കണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് മിസ് ചെയ്യും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതാം, ഉറപ്പായിട്ടും എഴുതാം. ഓപ്പൺ ഫോർ ഡിസ്കഷൻസ് ആണ്. ഇനി നമ്മൾ ഡിസ്കഷൻ വെക്കണമെന്നില്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാക്കിയുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് കേൾക്കും തോറും നമ്മളുടെ അറിവുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫീൽ ഫ്രീ ടു റൈറ്റ് ഗൈസ്. അതിന് തീരുന്നില്ല. നമ്മുടെ ആനച്ചേച്ചി ആക്ച്വലി വെള്ളം കുടിക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. അതിൽ ആക്ച്വലി വെള്ളമില്ല. അവർ വെള്ളം നിറച്ച് വെക്കാത്തത് ഇനി ആനയുടെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസോ എന്തെങ്കിലും കൊണ്ടാണോ എന്നും നമുക്കറിയില്ല. നമ്മൾ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കുറ്റം പറയാനും പറ്റില്ല. എല്ലാം നല്ല പ്രായമായ ആനകളാണ്. അപ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഇതിനകത്ത് വെള്ളം കണ്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആന ചേച്ചിയുടെ പേര് പ്രിയദർശിനി എന്നാണ്. ചേച്ചിക്ക് 40 വയസ്സുണ്ട് ഗൈസ്, 40 വയസ്സ്. ഞാനിതൊരു ആനപ്പുറത്ത് കയറിയിട്ടില്ല. എനിക്ക് നല്ല പേടിയാണ് ആനിമൽസിനെയൊക്കെ തൊടാൻ വേണ്ടി. കുറച്ച് ആനിമോഫോബിക്കാണ്. പക്ഷേ ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണ്ട് ചെറുപ്പത്തിൽ ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാൽ മുടി വളരുമെന്ന് പറഞ്ഞിട്ട് വഴി കാണുന്ന എല്ലാ ആനപ്പിണ്ടത്തിലും പോയി ചവിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആനയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ആന ഇപ്പോൾ ഈ ഫുഡ് ഇങ്ങനെ എടുത്തിട്ട് തുമ്പിക്കൈയിൽ ഇങ്ങനെ തൂക്കി വായിലേക്ക് വെക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ സ്ലോ മോഷനിൽ എടുക്കണം, നല്ല ഭംഗിയിലൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാത്തിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആന എന്തോ തിരയുന്ന പോലെയാണ് തോന്നിയെന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുക്കാനാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാമല്ലോ, തുമ്പിക്കൈ വെച്ച് കോരി അങ്ങ് എടുക്കാമല്ലോ. പക്ഷേ അതിങ്ങനെ എടുക്കാതെ ഇങ്ങനെ പരതി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കലയോട് ചോദിക്കുകയും ചെയ്തു, ഇനി ആന ചൂസ് വല്ലതാണോ ഫുഡ് കഴിക്കാനെന്ന്. അങ്ങനെ നമ്മുടെ കൊമ്പനാനയെ കണ്ടു. കൊമ്പനാനയെ കണ്ടപ്പോഴത്തേക്ക് കൊമ്പനാന നമ്മുടെ പ്രിയദർശിനി ചേച്ചിയൊന്നും പോലെയല്ല, ബാക്കി ആനകളെ പോലെയുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആനയായിരുന്നു. അതായത് നമ്മുടെ കൊച്ചേപ്പനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആന. അപ്പോൾ നമ്മുടെ കൊമ്പനാനയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടം പോലെ എടുത്തു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ ആനയുടെ കളിയിലൊക്കെ കണ്ടിട്ട് എനിക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കലയ്ക്ക് ഒരു 70 തൊട്ട് 75 വരെ. അപ്പൂനും അതേപോലെ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടിക്കും 0 സാറ്റിസ്ഫാക്ഷൻ. അതായത് അവരൊന്നും കണ്ടില്ല, അവർ വെറുതെ എവിടെയൊക്കെ നിൽക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ റീൽ എടുക്കാൻ പോയി. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു റീൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു പാട്ടിൻ്റെ വ്ളോഗിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എടുപ്പിച്ചത്. പക്ഷേ അത് വെച്ച് ഞാൻ ഇതുവരെ വ്ളോഗൊന്നും ഉണ്ടാക്കില്ല. ആ ക്ലിപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. ഇതുപോലെ എത്ര ക്ലിപ്പുകൾ. ഇവിടെ ഒരു വലിയ ഊഞ്ഞാൽ കണ്ടു. അതിലിരുന്ന് ആടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നായിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ആൻറ്റിയും അങ്കിളൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിരുന്ന് ആടുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കലി വീണ്ടും നമ്മുടെ പോർട്രേറ്റ് നമ്മുടെ ആർട്ടിസ്റ്റ് ചേട്ടനെ കണ്ടുപിടിച്ച് അവിടെ പോയി വരയ്ക്കാനിരുന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു മണിക്കൂറുകൾ ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് വരച്ച് തരാമെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത് ചേട്ടൻ പെൻസിൽ വെച്ച് പോലും അല്ല വരയ്ക്കുന്നത്, ചേട്ടൻ പേന വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതും ഇത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും പിന്നെ വരുന്നവരും പോകുന്നവരും എല്ലാവരും വരച്ചാലും വരപ്പിച്ചില്ലെങ്കിലും ഇങ്ങനെ വന്ന് നോക്കിയൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ വരച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കലയുമായിട്ട് യാതൊരു ബന്ധവും തോന്നിയില്ല, ഒരു ഷേപ്പും തോന്നിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കരുത്, ദൈവമേ ഇപ്പോൾ പണി പാടിപ്പോയ ചേട്ടൻ എന്ത് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഇരിക്കുന്നു, ഫ്രണ്ടിൽ ആളിരിക്കുന്നു, നിങ്ങൾ വരച്ചിരിക്കുന്നു. വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പറയുന്നത് നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത പടമാണല്ലോ ചേട്ടാ വരച്ചതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അവസ്ഥ ഓർത്തൊക്കെ. പിന്നെ ഞാൻ ആ ഒരു കാര്യം എടുത്തത് പിന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് വരച്ച് കൊടുക്കും. ഞാൻ പറയല്ലോ ഒരു 50% വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. അതായത് പബ്ലിക്കായിട്ടൊരു സ്ഥലത്തിരുന്ന് ഒരു പേന വെച്ചിട്ട് അതായത് മായ്ച്ച് കളയാൻ പോലും ഒരു ഓപ്ഷൻ ഇല്ലാതെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഭയങ്കര ഒരു ടാലൻ്റാണ്. ശരിക്കും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കലയെ തന്നെ ഒരു പോർട്രേറ്റ് രീതിയിൽ എങ്ങനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പബ്ലിക്കിൽ ഇങ്ങനെ പോർട്രേറ്റ് വരയ്ക്കുന്നതൊക്കെ. ഫുള്ള് കണ്ട് നിൽക്കുന്നതും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും പോയിരുന്നു ഫുള്ള് കാണുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ലോലീറ്റ എന്ന് പറയുന്ന സിനിമയില്ലേ, നമ്മുടെ ജയൻ രവിയുടെയും അയ്യോ സിനിമയുടെ പേര് മറന്നു, അതിനകത്ത് അവർ രണ്ടുകൂടെ ഒരു പോർട്രേറ്റ് വരയ്ക്കില്ലേ, ദിമു സോങ്ങൊക്കെ ഉള്ള. എനിക്ക് അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് കമ്മിറ്റഡ് ആകുന്ന സമയത്ത് അതുപോലെ പബ്ലിക്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോകുന്ന സമയത്ത് ഒരു പോർട്രേറ്റൊക്കെ വരപ്പിക്കണം, എന്നിട്ട് അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം, അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ചേട്ടൻ. അപ്പോൾ കലയെ വരയ്ക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് നന്നായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം വരയ്ക്കാനിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ, മോഡലായിട്ട് ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും അവനിത് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചേട്ടൻ്റെ സിഗ്നേച്ചർ കിറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ കോന്നി ഇക്കോ ടൂറിസത്തിൽ പോവുകയാണെങ്കിൽ ഈ ചേട്ടനോട് എന്തായാലും ഒരു ഹായ് പറയാൻ മറക്കണ്ട.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അടവി എക്കോ ടൂറിസത്തിലേക്കാണ്. ഈ ഒരു കൊട്ടവഞ്ചിയിലെ റൈഡിന് വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ ഇതിനും പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൂൻ്റെ ഫോണിലോ അല്ലെങ്കിൽ കലയുടെ ഫോണിലോ എടുത്ത ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിങ്സ് ആയിരിക്കും. പക്ഷേ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും കൊട്ടവഞ്ചിയിൽ ഇത്രയും ഞങ്ങൾക്ക് കറങ്ങാൻ പറ്റില്ല. കൊട്ടവഞ്ചിയിലെ റൈഡ് ഫുള്ള് നിങ്ങളിങ്ങനെ കാലിങ്ങനെ ചമ്മണം പടഞ്ഞിരിക്കണം. അപ്പം ഇച്ചിരി വെയിറ്റ് അധികം ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ശീലമില്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം പോയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളെ കൊണ്ടുപോയ ചേട്ടൻ, റൈഡിന് കൊണ്ടുപോയ ചേട്ടൻ ചോദിച്ചു കൊട്ടവഞ്ചിയിൽ കറക്കട്ടെ എന്ന് ചോദിച്ചു. അത് അയ്യോ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് ചെയ്തൊരു ഫീലിംഗ് ആയിരുന്നു. பார்த்தா ஆர்ச் மாதிரி தெரியுது. ஐயோ தலாரகமே ஐயோ மதி 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 അയ്യോ ഇനി തിരിച്ചിറങ്ങി അയ്യോ തല ഇറങ്ങതേ. അവളപ്പടിയൊന്നും വഴങ്ങില്ല. വിന്നൂസേ ഔട്ട് കംപ്ലീറ്റ്. ഇനി വെള്ളത്തിൽ കഴിഞ്ഞിട്ടോളെ ഹാപ്പി. ഞാനും ഇത് എന്റെ ഏരിയ. ഇതെന്താണ് പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് കാറിൻ്റെ ഡോറ് ഞാനൊന്ന് വലിച്ചടച്ചതാണ്. എൻ്റെ കൈ അതിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ നഖത്തിൻ്റെ അവിടെ ആയിട്ട് ചെറിയൊരു മുറിവാണ് ഉണ്ടായത്. പക്ഷെ നഖം കൊണ്ടതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടർ എന്തൊക്കെയോ വെച്ച് കിട്ടുകയാണ്. അപ്പോൾ ആദ്യം പഞ്ഞി വെച്ച് കെട്ടണ്ട. അവൻ പറഞ്ഞു പഞ്ഞി തിരിച്ചെടുക്കുമ്പോൾ നല്ല വേദന ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മുറുകി കെട്ടിയാൽ നല്ല വേദന ആയിരിക്കും, എന്നിട്ട് ചെയ്യണ്ട, ഫ്രീ ആയിട്ട് വിടാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ മുറിവ് കണ്ടിട്ട് അതിലിങ്ങനെ ചോര കെട്ടിയിട്ട് നിൽക്കുന്നിട്ട് ഭയങ്കര വിഷമം. അതേപോലെ തന്നെ ഞാൻ അത് കെയർ ചെയ്യാണ്ട് ആ മുറിവ് കയ്യിലുണ്ടെന്ന് കെയർ ചെയ്യാതെ തെരാപ്പരയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കെട്ടി വെച്ചാലേ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള ബോധം എനിക്ക് വരത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് എൻ്റെ കൈ ചുമ്മാ ഒന്ന് കെട്ടി വെച്ചാണ്. ടൈറ്റായിട്ടൊന്നുമല്ല, ചുമ്മാ ഒന്ന് കെട്ടി വെച്ചൊന്നു. അതെന്നെ പാര് പടി, അതിലെന്നെ പടി, നല്ല പടി, പാടി പടി പടി നല്ല പടി. ആവാ അതേതാ. ഹായ് ഗൈസ്, അപ്പോൾ എന്തായാലും കലയെ തിരിച്ച് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. ആലപ്പുഴയിൽ നിന്ന് ഇവന് ഡയറക്റ്റ് ബസ്സുണ്ട് ചെന്നൈക്ക്. അപ്പോൾ ഇവൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കാണുന്നത് എൻ്റെ കല്യാണത്തിനോ അപ്പൂൻ്റെ കല്യാണത്തിനോ അല്ലെങ്കിൽ കലയുടെ കല്യാണത്തിനോ ആയിരിക്കും. ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ അതാണല്ലോ, നമ്മൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും കാണുന്നത്. ഇനി ഞങ്ങൾ കാണുന്ന സമയത്തേക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് എങ്ങനെയാണ് മാറുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഐ ഹോപ്പ് വി സ്റ്റേ ദ സെയിം. ഞങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ, ഞങ്ങളിപ്പോൾ എത്ര ക്ലോസ് ആണോ, ഈ ഒരു അടുപ്പം ഒരിക്കലും വിട്ടു പോകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഒരുപാട് പേരെ ഞാൻ ലൂസ് ചെയ്തു. ഐ ഹോപ്പ് ഐ ഡോണ്ട് ലൂസ് ഹിം. എൻ്റെ ലൈഫിലൊരു ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന സമയത്ത് കണ്ടുമുട്ടിയ ഒരാളാണ്. അപ്പോൾ ഇവനും ഏകദേശം അതേപോലെ ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചാണ് ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവനെ ആലപ്പുഴയിൽ പറഞ്ഞിട്ടിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുമ്പോൾ വീട് ഭയങ്കര എംറ്റി ആയിട്ട് തോന്നും. കുട്ടി വ്ളോഗ് ഇവിടെ തീരാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.